ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. എന്നാൽ ജനനം നടന്നു, ജീവിതത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. മരിച്ചാൽ ജനനവും ഉറപ്പാണ്. ജനിച്ചാൽ മരണം ഉറപ്പായതുപോലെ തന്നെയാണ് മരിച്ചാൽ ജനനവും. അങ്ങനെയാണ് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം എന്ന് ശ്രീ ശങ്കര ഭഗവത്പാദ പാടിയത്. ജനിക്കുക, മരിക്കുക, അമ്മയുടെ ഗർഭത്തിലേക്ക് വീണ്ടും വരിക, ഇത് ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇത് എല്ലാവർക്കും ബാധകമാണ്. ജനിച്ചവർക്കെല്ലാം മരണം സുനിശ്ചിതമാണ്, മരിച്ചവരെല്ലാം ജനിക്കുകയും ചെയ്യും. അതാണ് ആർക്കും അറിയാത്തത്. മരിച്ചവരിങ്ങനെയാ ജനിക്കുന്നത്. മരിച്ചവർ ഈ ശരീരത്തിലല്ല ജനിക്കുന്നത്, മറ്റൊരു ശരീരത്തിലാണ്. മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു സമയത്ത്, മറ്റൊരു ശരീരത്തിൽ ജനിക്കുന്നതിനാൽ ഈ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. ആ ദേഹത്തിൽ വന്ന് ആ സമയത്ത്, ആ കാലത്ത്, ആ ദേഹത്ത്, ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും കഴിഞ്ഞതെല്ലാം മറന്നുപോകുന്നു. അതാണ് സ്വാഭാവികമായ ഒരു നിയമം. അതുകൊണ്ട് മുമ്പത്തെ അവസ്ഥകൾ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇതെല്ലാവർക്കും ബാധകമാണ്. ഈ ജനന മരണാദികൾ, അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണ്? അവരാണ് മോക്ഷപ്രാപ്തരായവർ. താൻ മരിക്കുന്നില്ല എന്ന സത്യം ബോധിച്ചവർക്ക് മരണമില്ല. അവരുടെ ശരീരം മാത്രമാണ് മരിക്കുന്നത്. അങ്ങനെ മരണമില്ലെന്ന് ബോധിച്ച ഒരാൾക്ക് ജനനവുമില്ല. ഈ ജനന മരണ ചക്രത്തിൽ നിന്നും നമുക്ക് സുരക്ഷിതരായി മോചിതരാവണമെങ്കിൽ ജീവിതം നന്നാകണം. ജീവിതത്തിൽ ആ പരമാത്മാവിനെക്കുറിച്ചും തന്നെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ഈ പ്രപഞ്ച സംവിധാനങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ഇവയോട് വിരക്തി വന്ന് ഇവയിലുള്ള അത്യാസക്തി കുറച്ച് ആ പരമാത്മാവുമായി ഏകീകരിക്കുമ്പോൾ താൻ അതാണെന്ന് ബോധിക്കും. അപ്പോൾ തനിക്ക് ജനന മരണാദികൾ ഇല്ലെന്നും ഈ ജനിക്കുന്നതും മരിക്കുന്നതും ശരീരമാണെന്നും ശരീരം ഞാനല്ലെന്നും എനിക്ക് കർമ്മവാസനകൾ അനുഭവിക്കാനും സഞ്ചരിക്കാനുമുള്ള ഒരു വാഹനമാണ് ദേഹം എന്ന പരമാർത്ഥ സത്യം നമുക്ക് വെളിവായി കിട്ടുന്നു. അതാണ് പറയുന്നത്, ക്ഷതിപാലകരും നീതിയിൽ നിന്നകലാനിടയിലൊട്ടും ആയതിനാൽ ജഡമേതെന്നും താനാരെന്നും പുനരറിയൂ. ക്ഷിതിദായകരും രാജാക്കന്മാരും, ഈ രാജ്യത്തെ ഭരിക്കുന്ന രാജാക്കന്മാരും നീതിപാലകന്മാരും നിയമം പാലിക്കുന്ന ആളുകളും ഈ ജനന മരണചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരല്ല. ഈ നിയമം അവർക്കെല്ലാം ബാധകമാണ്. അതാണ് ക്ഷിതിപാലകരും നീതിയിൽ നിന്നകലാനിടയിലൊട്ടും ആയതിനാൽ ജഡമേതെന്നും താനാരെന്നും പുനരറിയൂ. അതുകൊണ്ട് ആരും ഇതിൽ നിന്ന് സുരക്ഷിതരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ ആരാണ് എന്നും ജഡം ഏതാണ് എന്നും, അല്ലെങ്കിൽ സത്ത് എന്താണ് എന്നും അസത്ത് എന്താണ് എന്നും മനസ്സിലാക്കി ആ സത്തിനോട് സംഗം ചെയ്യൂ, ആ സത്തിനോട് ചേരൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവയെല്ലാം അസത്താണ്. അസത്ത് എന്നാൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നവയാണ് അസത്ത്. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവയെല്ലാം അസത്താണ്. സത്തോ ഇതിനെയെല്ലാം ഉണ്ടാക്കുന്നതും ഈ അസത്തിൽ ഇരുന്നു കൊണ്ട് സ്വയം നശിക്കാതെ മറ്റുള്ളവരെ പരിണമിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയേതോ അതാണ് സത്ത്. ആ സത്താണ് നാം ഓരോരുത്തരും. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജഡമായിരിക്കുന്ന
അസത്തായിരിക്കുന്ന ദേഹമാണ് ഞാൻ എന്ന്. ഇപ്പോൾ ഈ അറിവല്ലേ നമുക്കൊക്കെ ഉള്ളത്, ഞാൻ ഈ ശരീരമാണെന്ന അറിവ്. വാസ്തവത്തിൽ നാം ആരും തന്നെ ഈ ശരീരമല്ല. ശരീരം നമുക്ക് കർമ്മവാസനകൾ അനുഭവിക്കാൻ വേണ്ടി തന്ന ഒരു വാഹനം മാത്രമാണ് എന്ന് ബോധിക്കുമ്പോൾ ഈ ശരീരം അനുനിമിഷം മാറ്റത്തിന് വിധേയമാണ്. ഇതുണ്ടായതാണെങ്കിൽ ഇതിന് നിലനിൽപ്പുണ്ട്, ഇതിന് ഇല്ലായ്മയുമുണ്ട്. അതിനാൽ ഈ ഇല്ലായ്മയും ഉണ്മയും നിലനിൽപ്പും ഉള്ള ശക്തിയാണ് വാസ്തവത്തിൽ ഇന്ദ്രിയഗോചരമായ എല്ലാം. ഇതെങ്ങനെയാണ് നമ്മളാവുന്നത്? നമ്മൾ ഒരിക്കലും നശിക്കാത്ത ആ പരമസത്തയാണ് എന്ന് ബോധിക്കുമ്പോൾ നമുക്കെന്ത് പരിഭ്രമമാണുള്ളത്, എന്ത് ഭയമാണുള്ളത്? അതാണ് ആദ്യം അതിനെക്കുറിച്ചറിഞ്ഞ് നിരന്തരം വിചാരം ചെയ്ത ആ ഭാവം ഉറച്ച് വീണ്ടും നാം അതിൽ തന്നെ വർത്തിക്കുമ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് അതുമായുള്ള താതാത്മ്യം സുസാധ്യമാകും. അപ്പോൾ നമുക്ക് അനുഭവമാകും അതിൻ്റെ സ്വഭാവം ആനന്ദവും അറിവും അഭയവുമാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന തുച്ഛമായ സുഖത്തിന് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖത്തെയും നാം സ്വാഗതം ചെയ്യേണ്ടി വരും. എന്നാൽ സുഖത്തിനും ദുഃഖത്തിനും അതീതമായ ആനന്ദാനുഭൂതിയാണ് ഈശ്വരൻ്റെ സ്വഭാവം. ഈശ്വരൻ്റെ ആ ഭാവത്തിലേക്ക് ആണ്ടിറങ്ങാനാണ് നമുക്ക് ജീവിതം. ഇതിനു വേണ്ടി ആയിരിക്കണം ജീവിതം വിനിയോഗിക്കേണ്ടത്. അത് ഞാൻ ആരാണെന്ന് അറിയുക. ക്ഷിതിപാലകരും നീതിയിൽ നിന്നകലാനിടയില്ലൊട്ടും ആയതിനാൽ ജഡമേതെന്നും താനാരെന്നും പുനരറിയൂ.